ഇയാൾ തോക്കണമെന്ന് ആഗ്രഹമുള്ള ആരോ ആണ് ഇയാളെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജനങ്ങളുടെ വോട്ട് കുറെ ഹോർഡിങ്ങുകളിൽ തൻ്റെ തിരുമോന്ത ഇങ്ങനെ കാണിച്ചാൽ കിട്ടും എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പിണറായി വിജയനെ ഒരു ദിവസം നമ്മൾ കണ്ണു തുറന്നാൽ അയാളുടെ തിരുമോന്ത അല്ലെങ്കിൽ അയാളുടെ മരമോന്ത നമ്മളൊരു 3 ഡസൻ തവണയെങ്കിലും കാണാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും. 407 ലോറിയുടെ പുറകിൽ കുറേ കോഴിക്കോട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി 2 സ്ത്രീകൾ നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല മുഖപരിചയം, നോക്കിയപ്പോൾ കമലയും വീണയുമാണ്, ഒരു ചെറുക്കനുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറകെ റിയാസും വിജയനും കൂടെ പശുവിനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. നന്തൻകോട് വഴി ആ കയറ്റം കയറി വരികയാണ്. അപ്പം ഞാൻ കണ്ട ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പോയി. നമസ്കാരം. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട് വരെ പോയിരുന്നു. ഈ കോഴിക്കോട് പോയപ്പോൾ എന്നെ വല്ലാതെ അമർഷം കൊള്ളിച്ച ഒരു സംഭവം, റോഡിൻ്റെ 2 വശങ്ങളിലും പിണറായി വിജയൻ്റെ തിരുമുന്തയോടുകൂടിയുള്ള ഹോർഡിങ്ങുകൾ, പച്ചക്കള്ളം, ഒരു ഹോർഡിങ്ങിൽ ഒറ്റക്കള്ളം, അങ്ങനെ റോഡിൻ്റെ 2 വശങ്ങളിലും 100 മീറ്ററിൽ 5 ഹോർഡിങ് വരെ ഞാനതിൽ കണ്ടു. അത് ഇന്നിപ്പോൾ ഷാജാൻ സാറ് കോഴിക്കോട് നിന്ന് വരികയാണ്, അദ്ദേഹവും ഇത് തന്നെ എന്നോട് വന്ന് പറയുന്നു. അപ്പോൾ ഇത് നിങ്ങളിൽ പലരും നമ്മൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടാവും, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. താങ്കൾക്ക് കണ്ടപ്പോൾ അതെന്താണ് തോന്നിയത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു ബീഹാറോ അല്ലെങ്കിൽ ഒരു ഉത്തർപ്രദേശോ അല്ല. ബീഹാർ ഉത്തർപ്രദേശ് മോശമാണെന്നുള്ളൊരു അഭിപ്രായത്തല്ലേ. അവിടെയുള്ള ജനങ്ങളെക്കാളൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരും സാക്ഷരത കൂടുതലുള്ളവരും ചിന്താശേഷി കൂടുതലുള്ളവരുമായിട്ടുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത്. ഇപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ദാരിദ്ര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവർ പിന്നെ, പക്ഷേ വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവരൊരു തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ചിന്തിച്ച് ഉറപ്പിച്ച് അവരുടെ സമ്മതിദാനാവകാശം അവർ വിനിയോഗിക്കും. പ്രത്യേകിച്ചും ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കൂടി ശക്തമായ സ്വാധീനം നിലനിർത്തുന്ന സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ വോട്ട് കുറെ ഹോർഡിങ്ങുകളിൽ തൻ്റെ തിരുമോന്ത ഇങ്ങനെ കാണിച്ചാൽ കിട്ടും എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ ജനങ്ങളെ വെറും മൂട്ടകളും പുഴുക്കളുമായി കാണുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഇതുപോലുള്ള അബദ്ധം ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ വടക്കേക്ക് പോവുകയാണ്, പോകുമ്പോൾ കണ്ണ് തുറന്നാൽ ഇയാളുടെ മോന്ത മാത്രമാണ് കാണുന്നത്. എന്നിട്ട് മുകളിൽ ഓരോ പച്ച കള്ളങ്ങളും എഴുതി വെച്ച് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൂർഷ്വാ പാർട്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്നുള്ള അതിലേക്ക് അന്തിമമായി പോകുന്നതിനിടയിലുള്ള ഒരു ജംഗ്ഷനിലെത്തിയ പോലെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതൊരു താൽക്കാലിക സാധനമാണ് ഈ പാർലമെന്ററി പ്രവർത്തനം. അവരെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയാണ് വലുത്. മനസ്സിലായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വലുത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ BOCO ഇല്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറേ നയങ്ങളുണ്ട്. മനസ്സിലായി? ആ നയങ്ങൾ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ആ നയങ്ങൾ നടപ്പിലാക്കി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അതിനകത്ത് നേതാക്കന്മാർ. മനസ്സിലായി? ഉദാഹരണത്തിന് ഒരു CPMൻ്റെ ഒരു മന്ത്രിസഭ വരുന്നു, അതിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിക്ക് ഒരു വിലയില്ല. മനസ്സിലായില്ലേ? പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കി പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്തോ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ച് ഇരുത്തുന്ന
ഒരു സ്ഥാനം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ടാണ് ഈ CPM മുഖ്യമന്ത്രിമാരൊക്കെ വരുമ്പോഴും അധികാരിയായിട്ട് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരിക്കലും ഈ ബൂർഷ്വാ പാർട്ടിയിലെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു സ്ഥാനം ഇല്ല ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ CPM അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്? CPM നയങ്ങൾ മുഖ്യമന്ത്രിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ചുമതല കൊടുത്തിരിക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. യഥാർത്ഥത്തിൽ CPM ഭരിക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയേക്കാൾ അധികാരിയായി സാധാരണത്തിൽ കാണപ്പെടുന്നത്, ഇപ്പൊ അടുത്ത കാലത്തല്ല, യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇപ്പോഴും അങ്ങനെയാണല്ലോ, പി ശശിയാണല്ലോ. അല്ല, അത് വേറെ തരത്തിൽ. ഞാൻ പറഞ്ഞത് ശരിയായ രീതിയിൽ. ഉദാഹരണത്തിന് AK നായനായിരുന്ന സമയത്ത് AP കുര്യൻ മരിച്ചുപോയി. AP കുര്യൻ പി ശശി ഉണ്ടായിരുന്നല്ലോ അല്ലേ? അല്ലല്ല, അത് പിന്നീട് അവസാനം. അതിനൊക്കെ മുമ്പ് EK നായർ ഇരിക്കുന്ന സമയത്ത് AP കുര്യൻ എന്ന് പറഞ്ഞൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തിന് അതിൻ്റെതായിട്ടൊരു പ്രാധാന്യം ഉണ്ട്. കാരണം എന്താണ്? പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴും പാർട്ടിയിലും നേതാക്കന്മാർക്ക് ഒരു പ്രാധാന്യമില്ല. ഇനി പാർട്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കൂ. ഇപ്പം VS-ഉം പിണറായിയും തമ്മിലുള്ള വിഭാഗീയതയുടെ സമയത്ത് എന്തായിരുന്നു പിണറായി വിജയൻ്റെ വാദം? VS പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നു, വ്യക്തിക്ക് പാർട്ടിക്കകത്ത് സ്ഥാനമില്ല. മനസ്സിലായി? അങ്ങനെയാണ് മറ്റേ എന്താണ് മറ്റേ കടലിന്റെ മാർത്തടത്തിൽ ശംഖുമുഖം വെച്ചിട്ട്, അതായത് ബക്കറ്റിൽ വെള്ളം ഇരിക്കുമ്പോൾ തിരേടി ഉണ്ടാകില്ല, നമ്മളത് ഞാനതൊന്നും വിശദീകരിച്ചാൽ, ഒരു സൂഫി കവിയുടെ ഒരു കവിതയാണ്. ഒരു കൊച്ചു പെൺകുട്ടി കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ട ആ പെൺകുട്ടി പോയ വഴി കുറെ വെള്ളം ബക്കറ്റിൽ കടലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ആ വീട്ടിൽ വെച്ചിട്ട് ആ ബക്കറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബക്കറ്റിലൊരു അനക്കവുമില്ല. ഉടനെ കുട്ടിയുടെ അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ ഇതെന്താണ്? ഞാൻ കടലിൽ നിന്ന് എടുത്തുകൊണ്ടെന്നാണല്ലോ ഈ വെള്ളം, കടലിൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇപ്പം എന്താണ് അടിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, അത് കടലിൻ്റെ മാർത്തടത്തിൽ കിടന്നാൽ മാത്രമേ തിര വരൂ, അല്ലാതെ കടലിൽ നിന്ന് കുറച്ച് ബക്കറ്റ് കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് തിര വരണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസപൂർവ്വം അത് പറഞ്ഞിട്ട് VS-നെ ഇങ്ങനെ ശംഖുവും കടപ്പുറത്ത് വെച്ച് നോക്കിയത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് പിണറായി വിജയൻ പറഞ്ഞെന്താ? പറഞ്ഞ VS അച്യുതാനന്ദ, നിങ്ങൾ കാണിക്കുന്ന ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിലയുള്ളൂ, സ്ഥാനവും വിലയുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ 2015. ആ പിണറായി വിജയനെ ഒരു ദിവസം നമ്മൾ കണ്ണു തുറന്നാൽ അയാളുടെ തിരുമോന്ത അല്ലെങ്കിൽ അയാളുടെ മരമോന്ത നമ്മളൊരു 3 ഡസൻ തവണയെങ്കിലും കാണാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പം ഞാൻ കോഴിക്കോട് പോയിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരുന്നു. ഞാൻ പലപ്പോഴും കണ്ണിങ്ങനെ ഞെക്കി അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തുറന്നാൽ ഇയാളുടെ മുഖം എനിക്ക് കണ്ണടയ്ക്കാനും പറ്റില്ല. വണ്ടി ഓടിക്കുന്നത് ഞാനാണല്ലോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. എനിക്ക് ആ സമയത്ത് ഞാൻ നമ്മൾ അത്രയ്ക്ക് പ്രാഗിക്കൊണ്ടാണ് പോകുന്നത്. കാരണം പൊതുജനങ്ങളുടെ പണമാണെന്നേ ഇവിടുന്ന്. ഈ സാധാരണ പാരസെറ്റമോൾ പോലും ഇല്ലാതെ ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇയാളുടെ ഈ തിരുമോന്ത കാണിച്ചുകൊണ്ട് ഹോർഡിങ്ങുകൾ വെക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെ പറയേണ്ടത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ, വോട്ട് ചെയ്യാൻ പോകുന്ന അണികളെ അഡ്രസ്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇതങ്ങേയറ്റം ഇരട്ടത്താപ്പും നിറഞ്ഞ ഒരു സമീപനമാണ് ഇയാൾ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇയാളുടെ മോന്ത കാണിക്കും. ശരി, മോന്ത കാണിക്കാം. ഇപ്പം 10 വർഷമായിട്ട് അയാൾ അധികാരത്തിലിരിക്കുന്നു. ആ അധികാരത്തിൽ അയാളിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണല്ലോ ഇയാൾ എഴുതുക. അത് തന്നെ പൊട്ടത്തെറ്റും പച്ചക്കള്ളമാണ്. അതവിടെ നിൽക്കണ്ടേ? നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന കാര്യങ്ങൾക്ക് പോലും ആണെങ്കിൽ പോലും ആ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങളാവുന്നത് എങ്ങനെ? അയാൾ മുഖ്യമന്ത്രിയാകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളൊരു മന്ത്രിസഭയുടെ തലവനല്ലേ? ആ മന്ത്രിസഭയിൽ മന്ത്രിമാരില്ലേ? ആ മന്ത്രിസഭയിൽ പാർട്ടികളില്ലേ? ഇപ്പോൾ 10-16 MLA-മാർ 4 മന്ത്രിയുമുള്ള പാർട്ടിയല്ലേ CPI? അതുപോലെ തന്നെ ചെറുകിട പാർട്ടികൾ വേറെ ഇല്ലേ? ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 3-4 മന്ത്രിമാരുടെയെങ്കിലും മോന്തയും കൂടെ കാണിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് പരതി അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ മോന്തയിലെങ്കിലും നോക്കാൻ പറ്റുമല്ലോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് ഇത് അങ്ങേയറ്റം ഏകാധിപത്യത്തിൽ
ഏകാധിപത്യമാണ് ഈ കാണുന്നത്. അല്ലാതെ മാത്രമല്ല ഒരു കണക്കിന് നന്നായി എനിക്ക് തോന്നുന്നു. കാരണം ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു മുഖമാണ് പിണറായി വിജയൻ്റേത്. അത് പാർട്ടി അണികൾ ഉൾപ്പെടെ. അതിനിപ്പം ആരും പരസ്യമായി സമ്മതിച്ചില്ലെങ്കിൽ പോലും അതങ്ങനെയാണ്. അത് ജനങ്ങളെ വീണ്ടും വീണ്ടും ഈ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരെ ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇയാളുടെ ഈ എനിക്ക് തോന്നുന്നത് ഇയാൾ തോക്കണമെന്ന് ആഗ്രഹമുള്ള ആരോ ആണ് ഇയാളെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുമേഷ് പറഞ്ഞതുപോലെ UDF ജയിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അതുകൊണ്ട് പരമാവധി പിണറായി വിജയനെ പിന്നോട്ട് മാറ്റി നിർത്തിയുള്ള ഒരു പ്രചരണമായിരുന്നെങ്കിൽ പിന്നെയും ചെറിയ സാധ്യതകൾ. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹോർഡിങ്ങുകളെക്കുറിച്ച് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ ഹോർഡിങ്ങുകൾ എത്ര കൂടുതൽ ആളുകളെ കാണിക്കുന്നോ അത്ര ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എത്രയും കൂടുതൽ ആളുകളെ കാണിക്കുന്നു അത്രയും വോട്ട് കുറയും. അല്ല, അത് മാത്രമല്ല ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത 10 വർഷങ്ങൾ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ ഇത് കണ്ടിട്ട് പ്രാകുകയാണ്. അതുപോലെ സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങൾ, ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരെ തലയൊക്കെ കൈവച്ച് ഗണേഷ് കുമാർ അതെ, ഗണേഷ് കുമാർ, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ മുദ്രാവാക്യങ്ങളിലേക്ക് വരാം. ഈ മുദ്രാവാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ എന്താണ് മുദ്രാവാക്യങ്ങൾ? മുദ്രാവാക്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പാലം പണിതു, റോഡുകൾ പണിതു, ഞങ്ങൾ അന്നം കൊടുത്തു, വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് നൽകി. ഇതൊക്കെയാണല്ലോ മുദ്രാവാക്യങ്ങൾ. ഇത് 10 വർഷം UDF സർക്കാരിൽ അവരും ചെയ്തതിനെ ഇതൊക്കെ തന്നെ. അവർ 5 വർഷം കൊണ്ട് എത്രയോ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവിടെയും ഒരു വലിയ ജനാധിപത്യ വിരുദ്ധതയുണ്ട്. എന്താണ്? സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ അധികാരത്തിൽ കയറ്റിയത്. അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് അതിൻ്റെ മേലെ കള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തൂടെ പറയാതെ പറയുന്നത് എന്താ? ഞങ്ങൾ നിങ്ങൾക്ക് അത് തന്നു. അപ്പോൾ ഇതെന്താ ഒരു ജന്മി സംവിധാനമാണോ ഇവിടെ നിൽക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനും ഇതൊക്കെ കൊടുക്കാനുള്ള ഇടനിലക്കാർ മാത്രമാണ് ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊരു 5 വർഷം കൂടെ തന്നേക്ക്. എന്താ ഇവർ പറയാതെ പറയുന്നത്? ഞങ്ങൾ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു, ഞങ്ങൾ ശബരിമലയിൽ പെരുങ്കുള്ള നടത്തി, ഞങ്ങൾ യുവതീ പ്രവേശനം നടത്തി, ഞങ്ങൾ ജനാധിപത്യത്തെ ചവിട്ടി മെതിച്ചു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വികസനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, പിണറായി വിജയൻ നേതാവായതാണ് UDFനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഹോർഡിങ്ങും അതിലുള്ള ഇയാളുടെ തിരുമോന്തയും UDF അധികാരത്തിൽ വരാനുള്ള ഒരു 2ാമത്തെ 3ാമത്തെ ഘടകമായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലാതെ മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭ ആര്യ രാജേന്ദ്രൻ BJPക്ക് ദാനം ചെയ്തതുപോലെയാണ് പിണറായി വിജയൻ ഇത്തവണത്തെ ഭരണം UDFന് കൊടുക്കുന്നത്. അല്ല, അതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആണ്. ഇത് ഞാൻ പറഞ്ഞു, ഇനി കൂടുതൽ ഹോർഡിങ്ങുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഹോർഡിങ്ങുകൾ എത്രയും കൂടുതൽ കാണുന്നോ അത്രയും അവരെതിരാവും. അവരിതൊക്കെ കാണുമ്പം VS അച്യുതാനന്ദനെ എതിരെ ഇയാൾ നടത്തിയ പ്രചരണങ്ങൾ അയാൾക്ക് ഓർമ്മ വരും. അയാൾ അന്ന് ഒരു വട്ടത്തിൽ VS സർക്കാർ എന്ന് പറയുന്നതിന് പോലും എതിർത്തിട്ടുണ്ടെന്നാണ്. അത് മാത്രമല്ല ഈ ഇടക്കാലത്ത് തന്നെ പി ജയരാജന് വേണ്ടി PJ ആർമി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പോൾ പോലും വിഗ്രഹാരാധന വ്യക്തി ആരാധന പാടില്ല എന്നുള്ള പറഞ്ഞാൽ പി ജയരാജനെ പൂഴ്ത്തുന്നൊരു പാട്ടിറങ്ങിയപ്പോഴത്തേക്കാണ് അയാളെ. പക്ഷേ അയാൾക്ക് മെഗാ തിരുവാതിര കളിപ്പിക്കാം, അയാൾക്ക് പിന്നെ എന്താണ് മറ്റേ പുകഴ്ത്ത് പാട്ട് പാടാം, അയാൾക്ക് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. പരമാവധി ഇയാളുടെ മോന്ത ആളുകളെ കാണിക്കുന്നിടത്തോളം അയാൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം പരമാവധി കുറയും. ഞാൻ പറഞ്ഞത് എനിക്ക് സത്യത്തിൽ എനിക്കൊരു വളരെ ദയനീയമായിട്ട് തോന്നുന്നത്, ഈ ഒരു സാമാന്യ യുക്തി പോലും ഇയാൾക്ക് എന്തുകൊണ്ടും മനസ്സിലായില്ല. അതായത് എന്നെയാണ് ഇപ്പോൾ ആളിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, അപ്പോൾ എൻ്റെ മോന്ത കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ വോട്ട് കുറയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാനുള്ള
ഒരു കോമൺ സെൻസ്, ഒരു സാമാന്യ യുക്തി പോലും ഇല്ലാത്ത. ഇല്ല, കാരണം അയാളുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ മൂന്നാമത് മുഖ്യമന്ത്രി ആവുന്നതാണ്. അതായത് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെളുപ്പാകാലത്ത് കണ്ടതുകൊണ്ട് അത് ഫലിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 407 ലോറിയുടെ പുറകിൽ കുറേ കോഴിക്കോട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി 2 സ്ത്രീകൾ നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല മുഖപരിചയം, നോക്കിയപ്പോൾ കമലയും വീണയുമാണ്, ഒരു ചെറുക്കനുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറകെ റിയാസും വിജയനും കൂടെ പശുവിനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. നന്തൻകോട് വഴി ആ കയറ്റം കയറി വരികയാണ്. അപ്പം ഞാൻ കണ്ട ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പോയി. അത് വെളുപ്പാങ്കാലത്ത് കണ്ടതുകൊണ്ട് അത് ഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണു തുറന്ന് ഇയാളുടെ പടം ഒന്ന് കണ്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ May 4 കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനമൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കണ്ടു തുറന്നു. അതിൽ വേറൊരു കാര്യം അറിയാമോ? ഈ ബസ്സിന്റെ 3 സൈഡിലും ഈ ഫോട്ടോ വെച്ചു. അതിൽ പലതിലും ചെളിവാരി തേച്ചതുണ്ട്, വലിച്ചുകയറി കളഞ്ഞതുണ്ട്, ലൈറ്റർ കൊണ്ട് കത്തിച്ചതുണ്ട്. പക്ഷേ ഈ ഹോർഡിംഗ് ഇത്രയും ഉയരത്തിലായതുകൊണ്ടും ദേശീയപാതയിലായതുകൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, എന്തായാലും ഒരു കാര്യമുണ്ട്. നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള, കേരളത്തിലെ സാക്ഷരരായിട്ടുള്ള, ചിന്താശേഷിയുള്ള, ചിന്തിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന ജനങ്ങളോട് ഇതുപോലെ പച്ചക്കള്ളം എൻ്റെ തിരുമോന്തയും വെച്ച് ഞാൻ ഹോർഡിങ് വെക്കും, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നുള്ളത് May 4 കഴിയുമ്പോൾ ഇയാൾ മനസ്സിലാക്കും. പക്ഷേ ഇയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം എൻ്റെ നിങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ ഹോർഡിങ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹോർഡിങ് എന്ന് പറയുന്നത് ഇയാളുടെ പരാജയത്തിൽ ഒരു ഘടകമായിരിക്കും എന്നാണ് ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ബോധ്യമായത്. ഈ വിഷയം തന്നെ ഞാൻ ഇന്നലെയും ഇത് പറഞ്ഞിരുന്നു. ശരിയാണ്. കാരണം നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മുഖം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാരാണ് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും അതുപോലുള്ള നടന്മാരൊക്കെ. അവരുടെ ഇതുപോലും നമ്മൾ കുറേ പോകുമ്പോൾ ഈ പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു വല്ലാതെ തോന്നും. അപ്പോൾ ഇതുപോലൊരു തിരുമോന്ത കാണുമ്പോഴും എന്തായാലും ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ MP ഗോവിന്ദൻ അദ്ദേഹം ആദ്യം വേടൻ്റെ കല്യാണം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് മൊണാലിസയുടെ കല്യാണം നടത്തി കൊടുത്തു. ഇനി എന്തായാലും പാർട്ടിക്ക് ഒരു സർക്കാരിന് തുടർ ഭരണം കിട്ടില്ല. പാർട്ടിയും തകർന്ന് ഏകദേശം തരിപ്പണമായി. അതുകൊണ്ട് ഗോവിന്ദൻ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് അന്തഗോവിന്ദം ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട് അതുപോലെയുള്ള എന്തെങ്കിലും കല്യാണമോ മമ്മപ്പണിയോ അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.